ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ചാറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഞങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. Ace of Pentacle, Three of Swords, the Magician, the World, Seven of Swords. ബോട്ടം വന്നിട്ടുള്ളത് ടു ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങൾ ഇതുവരെ പ്രാർത്ഥിച്ച എന്തോ ഒരു കാര്യത്തിന്റെ ഒരു ഫലം, അതായത് നിങ്ങളുടെ ഒരു ആത്മീയമായ ഒരു ഉയർച്ച, അത് നിങ്ങളുടെ ഈ ഒരു മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് എന്തോ കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ കുറേ കാലം കൊണ്ട് പ്രാർത്ഥിച്ച എന്തോ ഒരു കാര്യം, ഹാർഡ് വർക്ക് ചെയ്ത എന്തോ ഒരു കാര്യം, മാനിഫെസ്റ്റ് ചെയ്ത എന്തോ ഒരു കാര്യം, അത് റിയാലിറ്റിയിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഒരു പുതിയ വാതിൽ തുറക്കുന്നു. കാരണം ഒരു പുതിയ തുടക്കമാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾ. ഒരു പുതിയ ആശയമാകാം. പിന്നെ ഇതില് നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കാര്യമാണത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവർ അതാണ്. അതൊരു ജോലിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലം ദൈവം കേട്ട് നിങ്ങൾക്കൊരു ഒരു ഭൗതികമായ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഒരു വാഹനമോ വീടോ ജോലിയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പോ, നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ത്രീ ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. ഇതില് കുറേ ആൾക്കാർ നിങ്ങളെ, ഒന്നിലധികം ആൾക്കാർ ഒരേ സമയം നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടായിരിക്കും പാസ്റ്റില്. അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോഴും ചിലപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഇതില് ആ ഒരു വേദന നിങ്ങൾക്ക് ഇങ്ങോട്ടോ മറക്കാനോ വിട്ടുകളയാനോ ഒന്നും തന്നെ പറ്റുന്നില്ല. നിങ്ങൾ ഏറ്റവും വിശ്വസിച്ച ആൾക്കാരായിരിക്കണം നിങ്ങളെ ഇപ്പോഴും ഈ ഒരു മൊമെന്റിലും പറ്റിക്കുന്നുണ്ടായിരിക്കാം. പാസ്റ്റിലും അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് അവരെ വിട്ടുപോകാനോ അതിനെ റെസിസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റണില്ല. ശരിക്കും നിസ്സഹായരായി ഇരിക്കുന്നു എന്നുള്ളതാണ്. സോറി, നമ്മളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുന്നു, നമ്മളെ ചതിക്കുന്നു എന്ന് മനസ്സിലായിട്ടും നിസ്സഹായരായിട്ട് ഇരിക്കേണ്ട ആൾക്കാരുടെ എനർജിയാണിത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ഒരു നഷ്ടബോധത്തിലോ വിഷമത്തിലോ വേദനയിലോ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് നമ്മളെ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. നമ്മളുടെ കൂടെയുള്ള ആരെയും തന്നെ മാറ്റാൻ നമുക്ക് പറ്റൂല. അപ്പോൾ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ബ്ലെസ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതോ ഒരു ജന്മത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ ഒരു സമയം അവർ നിങ്ങളിലേക്ക് തരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയം നിങ്ങൾ ആത്മീയമായി കൂടുതൽ വളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എപ്പോഴും ആത്മീയ വളർച്ച ഉള്ള ആൾക്കാർക്ക് പരീക്ഷണങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഒരു പ്രശ്നമില്ല. അവർക്കത് തിരിച്ചറിയാൻ പോലും പറ്റാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തെറ്റാണ് ചെയ്യുന്നതെന്ന് ഒരിക്കലും
മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് അവർക്ക് അത് മനസ്സിലാക്കാൻ പോലും പറ്റാതെ പോയത്, എന്നിട്ട് അവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു ഉത്തരം. ആത്മീയ വളർച്ചയുള്ള ആൾക്കാർ, സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം അവർക്ക് മാത്രമേ അത് തിരിച്ചറിവുള്ളൂ. ഒരു കാര്യം തിരിച്ചറിയാൻ പറ്റുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം അവബോധമുള്ള ആൾക്കാരായത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ അത് തിരിച്ചറിയാൻ പറ്റും. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഓരോ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അത്രയും അവയർനെസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാസ്റ്റിൽ നിങ്ങൾ ഒന്നുകിൽ ഈ വ്യക്തികൾക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഈ വ്യക്തികളോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയം വീണ്ടും വീണ്ടും ഒന്നിലധികം ആൾക്കാരാണ്, കുറേ ആൾക്കാർ ഈ ഒരു സമയവും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു, ദ്രോഹിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക, സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേദന നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാതിരിക്കുക, നമ്മളത് വിട്ട് കളയാൻ ശ്രമിക്കുക, മാക്സിമം അത് ഹീൽ ചെയ്ത് വിട്ട് കളയാൻ ശ്രമിക്കുക. അടുത്ത് വന്നിട്ടുള്ളത് മജീഷ്യനാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും തന്നിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ പവറും ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ദൈവം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കേണ്ടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഇന്നത്തെ ദിവസം ഗൈഡൻസ് ആയിരുന്നു നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് പ്രവർത്തിക്കുക, നമ്മൾ പ്രവർത്തിക്കാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റേഷൻ്റെ ദിവസമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ ഇരിക്കാതെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അത് മെറ്റീരിയൽ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നല്ല വീട്, നമ്മൾ സഞ്ചരിക്കാൻ നല്ല വാഹനം, പിന്നെ നല്ല ബന്ധങ്ങൾ. നമ്മളെപ്പോഴും നല്ല ബന്ധങ്ങളെ നമ്മൾ അട്രാക്ട് ചെയ്തെടുക്കുക. നമ്മളുടെ കൂട്ടുകെട്ട്, നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുടെ എനർജി എന്താണെന്ന് നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ നിരീക്ഷിക്കുക. നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആൾക്കാരുടെ എനർജി എന്താണ്, അവരിൽ നിന്നും എന്താണ് എനിക്ക് കിട്ടുന്നത് എന്നത് മനസ്സിലാക്കുക. ചില ആൾക്കാർ ഈ എനർജി ഇങ്ങനെ, നമ്മളെ എനർജി ഇങ്ങനെ സക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? ചില ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു എനർജി ലോസ് അനുഭവപ്പെടും, നമുക്ക് വിഷമോ ടെൻഷനോ ഒക്കെ അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മളൊന്ന് ജസ്റ്റ് നമ്മളുടെ ചുറ്റുപാടൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ എനർജി എങ്ങനെയെങ്കിലും ഡ്രെയിനായി പോകണുണ്ടോ, നമ്മളുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ്, നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണ്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സമയം എല്ലാം ഉണ്ടായിട്ടും, എല്ലാ അറിവും കഴിവും ഒക്കെ ഉണ്ടായിട്ടും നമുക്ക് ജീവിതത്തിൽ പുരോഗതി വരാത്തത് എന്താണ്, അതിൽ നമുക്കുള്ള എന്തോ ഒരു ഭാഗം അവിടെ ഇല്ലേ, നമ്മളിൽ മാറ്റേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇന്ന് മജീഷ്യനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ അറിയാത്ത, കാണാത്ത അത്രയധികം പവർ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക. പിന്നെ വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. അപ്പം ഈ വേൾഡ് എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെയും അത് എന്താണോ അത് ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റായി വരുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഒരു കാലചക്രം പൂർത്തിയാകുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചിരുന്ന എന്തോ ഒരു കാര്യത്തിന്റെ ഫലം കിട്ടുന്നു, ഒരു ഒരു കംപ്ലീഷൻ. അതാണ് ഈ വേൾഡ് കാർഡ്. നിങ്ങൾ എന്തോ ഹാർഡ് വർക്ക് ചെയ്തിരുന്നത്, അത് നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ അതായത് നിങ്ങൾ എത്തേണ്ടുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുന്ന ഒരു എനർജിയാണ് അത്. ഇപ്പം നിങ്ങൾ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇതിൽ 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റുക. നിങ്ങൾ എന്താണോ നിങ്ങൾ എത്തേണ്ടുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതായിരിക്കാം, നിങ്ങൾക്ക് കുറേ കാലം കൊണ്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന പൂർത്തിയാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യം നിങ്ങളത് പൂർത്തിയാക്കുന്നു എന്ന് കാണുന്നുണ്ട്.
പിന്നെ നിങ്ങളെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ, അറിയേണ്ടുന്ന ആൾക്കാർ, ഇതുവരെയും അധികം ആൾക്കാർ അറിയപ്പെടാതിരുന്നെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മറ്റേ കുറേ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു വലിയ വളർച്ച, ആ ആ ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിൽ സന്തോഷിക്കുക, അതിൽ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക. ഇതിൽ 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പുറത്ത് പറയാതിരിക്കുക. പ്രത്യേകിച്ചും നിങ്ങൾക്ക് കിട്ടുന്ന സ്പിരിച്വൽ ഗിഫ്റ്റ്, അതായത് സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എനർജിയായിട്ട് കണക്ട് ചെയ്യാത്ത ഒരാളോടും അത് ഷെയർ ചെയ്യാൻ പാടില്ല. അഥവാ നിങ്ങളത് ഷെയർ ചെയ്യണമെങ്കിൽ അത്രയും സ്പിരിച്വലി അത്രയും ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലാത്ത നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ എനർജി എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് ആദ്യമേ വന്നതാണ്. നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുക. ആവശ്യമില്ലാത്ത ചില ഡ്രാമകളിൽ നിന്നും നമ്മൾ മാറിയിരിക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ പ്ലാൻഡ് ഒന്നും ആരോടും പറയാതിരിക്കുക. കാരണം നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ല. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക്, നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന്, അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എടുത്ത് വെക്കുന്നതിനുള്ളൊരു ബ്ലോക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ പ്ലാനും നിങ്ങൾ പുറത്ത് പറയരുത് എന്നാണ് കാണുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു ഡെക്കിൽ നിന്ന് നമുക്ക് 2 കാർഡ് എടുക്കാം. 8th ദിവസമാണ്. മിസ്റ്ററി, ജൂപ്പിറ്റർ. നമുക്ക് നോക്കാം. നമുക്ക് 8th ദിവസം എന്താണെന്ന് നോക്കാം. ഇതില് 8th ദിവസം മിസ്റ്ററി. അപ്പൊ 8ാം ഭാവമാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ 8ാം ഭാവം എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. അപ്പം ഒരു ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പം അതാണ് നമുക്കിവിടെ വേൾഡ് കാർഡും വന്നിട്ടുണ്ട്, മജീഷ്യനും വന്നിട്ടുണ്ട്. മജീഷ്യനും ഒരു തുടക്കമാണ്, വേൾഡും ഒരു കംപ്ലീഷനാണ്. അപ്പോൾ അതുപോലത്തെ ഒരു എനർജിയാണ് ഈ 8th ദിവസം എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു മിസ്റ്ററി, നിങ്ങളിൽ മറഞ്ഞിരിക്കുന്ന എന്തോ ഒരു കാര്യം അത് വെളിപ്പെട്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആൾറെഡി എന്തെങ്കിലുമൊക്കെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ കൊണ്ടുവന്ന എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു നിഗൂഢമായ എന്തെങ്കിലും കാര്യങ്ങൾ, നിഗൂഢശാസ്ത്രം പഠിക്കാനോ കൈകാര്യം ചെയ്യാനോ, വോക്കൽറ്റ് സയൻസ്, അപ്പോൾ അത് അങ്ങനെയുള്ള എന്തോ ഒരു കാര്യമുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഈ ഒരു സമയം നിങ്ങൾക്കത് തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും. കാരണം ഇതൊരു കർമ്മ ബേസ്ഡ് ആണ്. അപ്പോൾ പാസ്റ്റ് ലൈഫ് കർമ്മയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു സമയം കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റീസ് വർദ്ധിക്കുന്നു എന്ന് കാണണം. ഡീപ്പായിട്ടുള്ളൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിന്നെ ഇത് പഴയ വിശ്വാസങ്ങളും വേദനകളും ഭയങ്ങളും ഒക്കെ നിങ്ങൾ വിട്ടുകളയുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പഴയ ഐഡൻറ്റിറ്റി അതെല്ലാം മാറി നിങ്ങളൊരു പുതിയ ആളാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ ഭയപ്പെട്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ. നമ്മൾ ആവശ്യമില്ലാതെ ഭയപ്പെട്ടിരുന്ന എന്തോ ഒരു കാര്യം അത് എൻ്റെ ആകുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ പിന്നെ ഈ മിസ്റ്ററി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ഉത്തരം കിട്ടണമെന്നില്ല. ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പോലും ഒരു ഇത് കാണൂല. കാരണം നമുക്ക് 10 വർഷം കഴിഞ്ഞ് നമ്മൾ എന്താകുമെന്ന് ഇപ്പോഴേ നമ്മൾ അറിഞ്ഞാൽ പിന്നെ എന്താണ്. അതുപോലെ ഒരു മിസ്റ്ററി എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇപ്പം മറഞ്ഞു കിടക്കുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഈ ഒരു 46 നമ്പർ 46 ആണ് ഇതിൻ്റെ നമ്പർ. അപ്പം അത് ഒരു പുതിയ തുടക്കമാണ്. 6 4 10 അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്. അപ്പം പഴയ ചക്രം അവസാനിച്ചൊരു പുതിയ
ഒരു ലൈഫ് സൈക്കിൾ തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പഴയ കാലചക്രം അവസാനിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ഈ അവസാനിക്കുന്നത് നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് അവസാനിക്കട്ടെ എന്ന് വിചാരിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. അടുത്ത് വന്നിട്ടുള്ളത് ജൂപ്പിറ്ററാണ്, അബണ്ടൻസ്. അപ്പം ഇതിൽ ജ്യോതിഷത്തിൽ ജൂപ്പിറ്റർ, അതായത് വ്യാഴഗ്രഹം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഗുരു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. അപ്പോൾ ഇത് 4-ാം ഭാവത്തിലുള്ള വ്യാഴമാണ്. അപ്പോൾ വ്യാഴം 4-ാം ഭാവത്തിൽ അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ വളർച്ചയും ആ വളർച്ച ഇങ്ങനെ സ്ലോലി ഉള്ള ഗ്രോത്താണ്. പക്ഷെ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് നിങ്ങൾക്കുള്ളത്. അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു സമയം വരെ ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ മാറി നല്ല ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. സമൃദ്ധി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസം വ്യാഴം മാറി. ഇപ്പോൾ വ്യാഴമാറ്റത്തിൻ്റെ ഫലമായിട്ട് ഈ മാസം 2-ാം തീയതി ജൂൺ 2-നാണ് എന്ന് തോന്നുന്നു വ്യാഴം മാറി. അപ്പം ആ വ്യാഴമാറ്റത്തിൻ്റെ കുറേ ആൾക്കാർക്ക് അത് മോശമായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഭയപ്പെടേണ്ട എന്നുള്ളതാണ് കേട്ടോ. നമ്മളുടെ ജാതകത്തിൽ വ്യാഴം ഏതെങ്കിലും ഒരു നല്ല ഭാവത്തിലേക്ക് ദൃഷ്ടി ഉണ്ടെങ്കിലും ഗ്രഹനിലയിൽ വ്യാഴം നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്ന വ്യാഴമാറ്റം എല്ലാവരെയും ബാധിക്കണം എന്നില്ല. നമ്മൾ നല്ല പ്രാർത്ഥനയോടെ ഇരിക്കുക. പറ്റുമെന്നുള്ളൊരു വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊക്കെ ചെയ്യുക വ്യാഴത്തിന്. ഈ റീഡിങ് കാണുന്ന കുറേയധികം ആൾക്കാർക്ക്, അതല്ല ഏറെക്കുറെ ആൾക്കാർക്ക് വ്യാഴമാറ്റം നല്ലതായിട്ടാണ് വരുന്നതെന്നാണ് കാണുന്നത് കേട്ടോ. അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ അബണ്ടൻസ് എന്ന് പറയുന്നത് പൈസ മാത്രമല്ല, അത് അവസരങ്ങളാകാം, സ്നേഹമാകാം, നമ്മളുടെ ആരോഗ്യമാകാം. പിന്നെ ഗുരു എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ ഒരു ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല അറിവ് കിട്ടുന്ന ഒരു എനർജി, നല്ല ആൾക്കാരുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ നല്ല ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ എനർജി ലെവലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഹയർ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണെന്നാണ് കാണുന്നത്. പിന്നെ ഈ 23 അത് 5ആണ്. അപ്പോൾ അത് മാറ്റത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നടക്കുന്നു എന്ന് പറയാം. പുതിയ അനുഭവം ഉണ്ടാകുന്നു. നിങ്ങൾക്ക് നല്ല നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ പക്ഷെ നിങ്ങൾ എപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ അറിയണം എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വരുന്നത് എന്തായാലും നല്ലതാണ്. അപ്പം കുറച്ച് ഹിഡൻ ആയിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് സമയമാകുമ്പോൾ വെളിപ്പെട്ട് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളതിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.